അത്യുന്നതനും കാരുണ്യവാനുമായ ദൈവത്തിന് സ്തുതി. അഗാപെ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ക്രൈസ്ത ലോർഡ്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അറിഞ്ഞവർ കർത്താവിനെ പ്രഘോഷിക്കുവാൻ എല്ലാവരും കടപ്പെട്ടവരാണ് എന്ന് നമ്മുടെ ലിയോ 14 മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷം നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൂടെ കർത്താവിനെ പ്രഘോഷിക്കുകയും പരിശുദ്ധ കുർബാനയുടെ അത്ഭുതകരമായ ദൈവസ്നേഹത്തെക്കുറിച്ചും പ്രചരിപ്പിച്ച കൗമാരക്കാരനായ കാർലോ അക്യൂട്ടസിനെ വിശുദ്ധനാക്കി. ഇപ്പോൾ പിതാവ് പറഞ്ഞത്, മാമോദിസ സ്വീകരിച്ച ഓരോ കത്തോലിക്കനും കർത്താവിനെ അറിഞ്ഞ ഓരോ ക്രിസ്ത്യാനിയും മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 863 പറയുന്നു, ഓരോ ആത്മാവിൻ്റെയും പ്രേക്ഷിത ധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മാമോദിസ സ്വീകരിച്ച ഓരോ വ്യക്തിയും അവരുടെ ധർമ്മമാണ് കർത്താവിനെ പ്രഘോഷിക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ് എന്ന് തോബിതിൻ്റെ പുസ്തകം 12-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഏത് സാഹചര്യത്തിലും കർത്താവിനെ പ്രഘോഷിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നമുക്കറിയാം, മറ്റുള്ളവരോട് ചോദിച്ചാൽ പറയും കർത്താവിനെ പ്രഘോഷിക്കാൻ നമുക്ക് അവസരം കിട്ടുന്നില്ലെന്ന് പറയും. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് അത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. എനിക്ക് കഴിഞ്ഞ ദിവസം തോന്നിയ ഒരു പ്രചോദനം കൊണ്ട് ഞാൻ പറയുകയാണ്. ഈ ചാനലിലൂടെ കർത്താവ് ചെയ്ത പ്രവർത്തികളെ കുറിച്ച് സത്യസന്ധമായി ഹൃദയപരമാർത്ഥയോടെ പറയുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതൊരു ചാൻസ് കൊടുക്കുന്നതാണ്. ആർക്ക് വേണമെങ്കിലും പറയാം, പക്ഷേ പറയുന്ന കാര്യം ദൈവമഹത്വത്തിന് വേണ്ടി മാത്രമായിരിക്കണം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ചാനലിലെ ദൈവമഹത്വത്തിന് വേണ്ടിയുള്ള ചാനലാണ്, മാനുഷികമായ വേറൊരു ആഗ്രഹത്തോടും കൂടി അല്ല. അതുകൊണ്ട് തന്നെ ഇത് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാം, എൻ്റെ ജീവിതാനുഭവങ്ങളും ഞാൻ കണ്ട ദൈവത്തിൻ്റെ പ്രവൃത്തികളും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളും മാത്രമാണ് ഞാൻ ഈ ചാനലിലൂടെ പറയുന്നത്. നിങ്ങൾക്കും സഹകരിക്കാം. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ട, മനുഷ്യബുദ്ധിക്ക് അതീതമായി ഇടപെട്ട ഏതെങ്കിലും സംഭവങ്ങൾ കാണും, അത് പറയാൻ നിങ്ങൾക്ക് അവസരം തരാം. നിങ്ങൾ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി. എഡിറ്റ് ചെയ്യുന്ന ടീം നിങ്ങളോട് നിർദ്ദേശങ്ങൾ പറയും. അതനുസരിച്ച് മൊബൈലിൽ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് അയച്ചു തന്നാൽ മതി. ഞങ്ങളത് എഡിറ്റ് ചെയ്ത് ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. എൻ്റെ ആത്മീയ സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരം ഈ വീഡിയോയിലെ ഇനി മുതലുള്ള വീഡിയോയിലെ സമയം വളരെ കുറയ്ക്കുന്നതിന് ശ്രമിക്കുന്നതാണ്. ഇന്ന് നമുക്ക് ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനെ പരിചയപ്പെടാം. അച്ഛനെ ആദ്യമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരുന്നു. നേരത്തെ എൻ്റെ ഇടവകയിലെ ചില ആത്മീയ കാര്യങ്ങളെ, ചില ധ്യാനങ്ങളെ, ഏകദിന ധ്യാനങ്ങളും കൺവെൻഷനുമൊക്കെ നടത്തുന്നതിന് ദൈവാനുഗ്രഹത്താൽ കുറച്ച് നാളത്തേക്ക് അതിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ ഒരു ദിവസത്തെ ഏകദിന കൺവെൻഷന് വിളിച്ചിരുന്ന വൈദികൻ അദ്ദേഹത്തിന് വരാൻ പറ്റുകയില്ല
നമ്മുടെ അദ്ദേഹത്തിന്റെ ഇടവകയിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് വരാൻ സാധിക്കുകയില്ല, എൻ്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെയാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ വേറെ വൈദ്യരെ നോക്കിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരച്ഛനെ വിളിച്ച് നടത്തണം എന്ന് സോറി പറഞ്ഞുകൊണ്ട് അച്ഛൻ ഫോൺ വെക്കുകയും ചെയ്തു. ഞാൻ പെട്ടെന്ന് ഓർത്തു, എന്ത് ചെയ്യും, ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, ജവമാനം തുടങ്ങാറായി. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ക്രമമായിട്ട് നടന്നില്ലെങ്കിൽ മനുഷ്യർ നമ്മുടെ ഉത്തരവാദിത്തക്കുറവാണ് പറയുകയും ചെയ്യും. അങ്ങനെ ഞാൻ വിഷമിച്ച് കർത്താവിനെ വിളിച്ചു അപേക്ഷിക്കുകയാണ്. പെട്ടെന്ന് എനിക്ക് തോന്നി, ഞാൻ എൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോഴേ ഒരു പ്രാവശ്യം വന്ന നേരത്തെ അവിടെ വന്ന പരിചയമുള്ള ഏക്കപ്പച്ചനെയാണ്. എൻ്റെ നമ്പർ കണ്ടു, ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ ഉടനെ പറയുകയാണ്, അതിനെന്താ ഞാൻ ഉടനെ വരാം. അച്ഛൻ കൃത്യസമയത്ത് അവിടെ എത്തി. അങ്ങനെ അന്ന് ഒരു വിഷയവുമില്ലാതെ വചനം പ്രസംഗിക്കുകയും ചെയ്തു. അത്രയും പരിചയപ്പെടാം. അച്ഛൻ്റെ വചനപ്രഘോഷണം മറ്റൊരു ദിവസം കേൾക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഫാദർ ജേക്കബ് തടത്തിൽ, കോട്ടയം രൂപതാംഗമാണ്. നാട്ടിലും വിദേശ രാജ്യങ്ങളിലും വികാരിയായും മൈനർ സെമിനാരി അധ്യാപകനായും ധ്യാന പ്രസംഗങ്ങൾ നടത്തി എൻ്റെ ശുശ്രൂഷകൾ തുടർന്നു പോരുന്നു. എൻ്റെ ദൈവാനുഭവം എൻ്റെ കുടുംബത്തിൽ നിന്നും അടിസ്ഥാനപരമായി എനിക്ക് ലഭിച്ച ദൈവസ്നേഹമാണ്. അങ്ങനെ തന്നെയാണ് വൈദിക ജീവിതം തിരഞ്ഞെടുക്കാൻ എനിക്ക് പ്രചോദനം ലഭ്യമായത്. സെമിനാരി പരിശീലന കാലത്ത് ബൈബിളിലും ആധ്യാത്മികതയിലും കൂടുതൽ മികവാർന്ന ഉൾക്കാഴ്ചകൾ ലഭിക്കാനിടയായി. തുടർന്ന് പൗരോഹിത്യ ശുശ്രൂഷ വേദികൾ വിവിധ രാജ്യങ്ങളിൽ വ്യാപിപ്പിക്കുവാൻ ദൈവം എനിക്ക് കരുണ കാണിച്ചു. വിവിധ രാജ്യങ്ങളിൽ ഞാൻ ശുശ്രൂഷകൾ നടത്തി വരവേ എനിക്ക് ലഭിച്ച ശുശ്രൂഷാനുഭവങ്ങളും എനിക്ക് കിട്ടിയ അറിവും എന്നെ കൂടുതൽ കൂടുതൽ ബോധ്യങ്ങളിലേക്ക് ഉറപ്പിക്കുവാൻ സഹായകമായി. ആഴമായ ആത്മീയതയാണ് ഒരു പുരോഹിതൻ്റെ ജീവസ്രോതസ് എന്നത് എന്നെ നിരന്തരം ലക്ഷ്യബോധം നൽകി പിന്തുണയ്ക്കുന്നുണ്ട്. വായനയും വിചിന്തനവും പ്രാർത്ഥനയും നടത്തി വിശുദ്ധ കൂദാശാനുഷ്ഠാനങ്ങളിലൂടെ ലഭ്യമാകുന്ന പ്രസാദവരത്തിൻ്റെ പ്രകാശത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉൾക്കാഴ്ചകൾ ദൈവജനത്തിന് പകർന്നു കൊടുക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങളെല്ലാം വലിയ ആവേശം ജനിപ്പിക്കാറുണ്ട്. ദൈവജനത്തെ യഥാർത്ഥ ആത്മീയതയിലേക്ക് നയിക്കുവാൻ കിട്ടുന്ന ഒരവസരവും നഷ്ടപ്പെടുത്താതെ അവരോടൊത്ത് ധ്യാന വിചിന്തനങ്ങളിൽ ഏർപ്പെട്ടും പ്രാർത്ഥിച്ചും ദൈവാനുഭവത്തിൻ്റെ നെരിപ്പോടിൽ നിന്ന് നിരന്തരം ഊർജം സംഭരിക്കുമ്പോൾ ദൈവരാജ്യ അനുഭൂതിയിൽ ജീവിക്കാനും ശുശ്രൂഷകൾ നടത്താനും എനിക്ക് സാധിക്കുന്നുണ്ട്. അതാണ് എൻ്റെ കൃപയുടെ നീർച്ചാൽ. താങ്ക് യു.